Hello. Welcome back to my channel. നമ്മൾ എവിടെ പോകുന്നു നൈനു പറഞ്ഞേ? Edmonton. We're staying for one day. Yeah. We're never coming back. അങ്ങനെ പറയാതെ എവിടെയെങ്കിലും പോകുമ്പോൾ യു പപ്പ സെറ്റ് ടു വെയിറ്റ് ബിക്കോസ് ഇറ്റ്സ് റെയിനിങ്. മഴയാണ്, ഭയങ്കര മഴ പോലെ വരുന്നു. ഓ നല്ല രസമായിരിക്കും ഈ ടൈമിൽ ഡ്രൈവ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ പോവാൻ. I miss Chichi. ഓ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. We went to Edmonton. We went to Dubai. രജു ആയിരുന്നു രജു. നമ്മൾ എപ്പോഴും ട്രിപ്പൊക്കെ പോകുമ്പോൾ കാർ ഇങ്ങനെ റെൻ്റ് എടുത്തിട്ടാണ് പോകുന്നത്. അതാമായി മിസ്റ്റർ രജുക്കുട്ടൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ലഗേജ് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എവിടെ പോകുന്നത് എന്തിനാണെന്നുള്ളത് നടന്നിട്ട് പറയാം അല്ലേ? ലാസ്റ്റ് വരെ വാച്ച് ചെയ്യും എന്താണ് സംഭവം നോക്കാം. ഹായ്. പോകുന്ന വഴിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഈ മഴയത്തൊക്കെ യാത്ര ചെയ്യുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരോടെ പോകുമ്പോൾ. പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തെന്നില്ലാത്തൊരു വിശപ്പ് എവിടെ നിന്നൊക്കെയോ കയറി വരും. പിന്നെ ആസ് യൂഷ്വൽ ടിം ഹോട്ടൽസിൽ നിർത്തി നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കഴിക്കാം. അങ്ങനെ നമ്മൾ റാപ്പൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പ്രകൃതി ആസ്വദിച്ച് പോകണം കേട്ടോ. ഈ സമയത്ത് എന്താണെന്ന് എനിക്കറിയില്ല, നേഹനെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിരുന്നു ഈ വീഡിയോ. ഇത് കഴിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് ഞാൻ മര്യാദയ്ക്ക് അവിടെ ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം രജുക്കുട്ടനെ ഒന്ന് കുറച്ചൊന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാൻ. ഈ വിൻ്റർ സീസണൊക്കെ കഴിഞ്ഞിട്ട് സ്പ്രിങ്ങും സമ്മറും ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ പുറത്തുള്ള ഭംഗികൾ നല്ലോണം ആസ്വദിക്കാൻ പറ്റുന്നത്. കണ്ടോ ഈ ക്ലൗഡ്സൊക്കെ കണ്ടോ, ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ഈ പോകുന്ന വഴിയിലൊക്കെ ഉള്ള കുറച്ച് നല്ല കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിനിടയ്ക്ക് സ്ഥലങ്ങളൊന്നുമില്ല കാണാൻ, വെറുതെ ഇങ്ങനെ പച്ചപ്പൊക്കെ കുറേ നല്ലതായിട്ട് കാണാൻ പറ്റും. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനി ഒരു 2.5 മണിക്കൂറിനകം എഡ്മണ്ടൺ എത്തുന്നതായിരിക്കും. ഒരു 15 മിനിറ്റൊക്കെ കറക്റ്റായിട്ട് എക്സാക്റ്റ് ആയിട്ട് പറയണമെന്നുണ്ടോ? എൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു വള്ളി പുള്ളി വിടാതെ സത്യം പറയും, അങ്ങനത്തെ ഒരു കൈയാണ്. വീഡിയോ കട്ട് ചെയ്തിട്ട് പാക്കറ്റിൽ പറയുന്ന ആൾക്കാർ കേൾക്കുന്നില്ലല്ലോ. അത് ശരിയാണ്. എന്നെ എന്തൊക്കെ വഴക്ക് പറയുമെന്നറിയോ? എന്നിട്ട് ആൾക്കാർ അണ്ണൻ്റെ അടുത്താണ് ഫാൻ, ഞാൻ പാവം അല്ലേ? ആ ഓരോ വീഡിയോയുടെ ബിഹൈൻഡ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ അണ്ണന്റെ പുറകെ പോവില്ല. എന്തൊക്കെ പറയുമെന്നറിയോ അല്ലേ ചേച്ചിക്കുട്ടാ? But still he's cute. He's terror. അങ്ങനെയാണ് നടക്കുന്നത്. But അത് ശരിയാണ്, ഞാനും സാധാരണ മനുഷ്യല്ലേ. ഇപ്പോ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ഒരു കുഴപ്പമില്ല. എനിക്ക് ഇങ്ങനെ ട്രിപ്പ് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഉച്ചക്കുട്ടൻ്റെ കൂടെ. നമ്മള് ഇറങ്ങിയിട്ട് 1.5 മണിക്കൂറായി. സാധാരണ ഞാൻ ഉറങ്ങുന്നതാണ്, എന്താണോ ഒന്നും. അത് ഇന്നലെ ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഉറങ്ങിയത്, എന്നിട്ട് ഞാൻ എണീറ്റിരിക്കുന്നത്. നല്ല അത്ഭുതം തന്നെ കേട്ടോ. നമ്മൾ ഈ പോകുന്ന വഴിയിലെ 2 സൈഡിലെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ മഞ്ഞ പൂക്കളും ഒരു ഭയങ്കര വലിയ പാടം പോലെയാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ ഷോർട്സ് വീഡിയോ കണ്ടാൽ അറിയാം, ഞാൻ അതിനകത്ത് കുറേ ഡയലോഗ് അടിക്കുന്നത്, എനിക്കിവിടെ നിന്ന് കറങ്ങുന്ന വീഡിയോ എടുക്കുന്നൊക്കെ ഞാൻ പറയുന്നില്ലേ. അത് ഇതുപോലെ നല്ല മഞ്ഞ പൂക്കൾ കണ്ട സ്ഥലങ്ങളിലാണ് കേട്ടോ. ഈ മഞ്ഞപ്പൂക്കളും ഈ പാടമൊക്കെ കാണുമ്പോൾ എനിക്ക് ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ ആ സിനിമ എനിക്ക് ഓർമ്മ വരാറുണ്ട്. അതിനകത്ത് ഷാറുഖ് ഖാനും കജോളും കൂടെ കുറേ മഞ്ഞപ്പൂക്കളുടെ ഇടയിൽ ഒരു നല്ലൊരു പാടത്ത് നിന്നിട്ട് ഇങ്ങനെ കുറച്ച് സീൻസൊക്കെ ഇല്ലേ, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇത് ഈ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ അത്ര ഭംഗിയില്ല കേട്ടോ, പക്ഷെ ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്കും ഭയങ്കര സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ അങ്ങനെ എഡ്മണ്ടൺ എത്തി. പക്ഷെ എന്തിനാണ് വന്നതെന്നുള്ളത് നൈനുവിന് അറിയില്ല, അതൊരു സർപ്രൈസാണ്.
Maybe we're gonna buy a car. Maybe. ഇവിടെ വന്നപ്പോഴത്തേക്ക് നൈനുവിന് ചെറുതായിട്ടെല്ലാം മനസ്സിലായിട്ടുണ്ട്. അവൾക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സന്തോഷം. പിന്നെ ഞങ്ങൾ ഇപ്പോഴേ പറയാം, പുതിയ കാറല്ല കേട്ടോ. അങ്ങനെ ആ ഷോറൂമിൽ കുറച്ച് കാർസൊക്കെ നമ്മൾ ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോയി. അവിടെ കുറച്ചും കൂടെ ഓപ്ഷൻസ് ഉണ്ടെന്നാണ് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ പോയിട്ട് അവർ തന്ന കുറേ കാർസൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. അങ്ങനെ റെജു കുനിഞ്ഞും ഇരുന്നും നൂന്നും ഒക്കെ അതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും കാറ് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഏതാണെന്നുള്ളത് പിന്നെ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ ഡോക്യുമെൻറ്റ്സും സൈനൊക്കെ ചെയ്തിട്ട് നമുക്ക് കാറ് കിട്ടാൻ 1 വീക്ക് എടുക്കും. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും എഡ്മണ്ടനിലേക്ക് വരേണ്ടി വരും. അതിൽ നൈനുവിന് കുറച്ച് വിഷമമുണ്ടായിരുന്നു കേട്ടോ. നൈന വിചാരിച്ചു ഇപ്പം തന്നെ കാർ എടുത്തിട്ട് നമുക്ക് പോകാമെന്ന്. പക്ഷെ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. നമ്മളങ്ങനെ ദോസാഗുരുവിൽ വന്നിട്ട് 3 ഗീ റോസ്റ്റ് അടിച്ച് കയറ്റി. എന്നിട്ട് യാത്ര തുടങ്ങി. അപ്പോൾ ഫൈനലി നമ്മളുടെ ആഗ്രഹം പോലെ നമ്മൾ ഒരു വണ്ടി എടുത്തു ഫൈനലി ആഫ്റ്റർ 1.5 വർഷം. സത്യം, പുതിയതല്ല, സെക്കൻഡ്. ഡസൻ മാറ്റർ. ഇരുന്ന് പോകാനൊരു വണ്ടി അല്ലേ ചേട്ടാ? എനിക്ക് ഇരുന്ന് ഓടിക്കാൻ, നിങ്ങൾക്ക് ഉറങ്ങാം. അവിടെ ഒരു താങ്. ഇന്ന് കുറേ ടൈം നമ്മൾ ആ ഷോറൂമിലൊക്കെ ഇരുന്നാണ് ഭയങ്കര ടയർഡായി. എന്തായാലും നമ്മൾ എഡ്മണ്ടനിൽ സ്റ്റേ ചെയ്യാൻ തന്നെയാണ് പ്രിപ്പയർഡായിട്ട് വന്നത്. അങ്ങനെ നേരെ സാൻഡ്മാൻ സിഗ്നേച്ചർ എന്ന ഒരു ഹോട്ടലിലേക്കാണ് നമ്മൾ പോയത് കേട്ടോ. ഇതിന് മുമ്പും നമ്മൾ സാൻഡ്മാൻ സിഗ്നേച്ചറിൽ തന്നെയാണ് താമസിച്ചിട്ടുള്ളത്. അത് വേറെ സ്ഥലത്ത്. എഡ്മണ്ടനിൽ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു സിറ്റിയിലൊക്കെ വന്നതായിട്ട് നമുക്കൊന്ന് ഫീൽ ചെയ്യത്തുള്ളൂ. നമ്മൾ താമസിക്കുന്ന ഫോർട്ട് മെക്മറിലാണ്. പക്ഷെ അവിടെ ഇത്രയും വലിയ ബിൽഡിങ്സോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്സ് സ്കൈ സ്ക്രേപ്പേഴ്സ് ആണോയെന്ന് വെച്ചാൽ അങ്ങനെ എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. ഞാൻ ദുബായിലോ അബുദാബിയിലോ ഒക്കെ കണ്ടത് ഇതിനും ടോളായിട്ടുള്ള ബിൽഡിങ്സാണ്. അതുകൊണ്ട് ഇതൊന്നും അത്രയും ടോളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും ഫോർട്ട് മെക്മറി വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നല്ല വലുതായിട്ട് എനിക്ക് തോന്നി. നമ്മളങ്ങനെ സാൻഡ്മാൻ സിഗ്നേച്ചർ ഹോട്ടൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പാർക്കിംഗ് ലോട്ടിലെത്തി. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ സന്തോഷത്തോടെ പോവാണേ. നമ്മൾ എപ്പോൾ വന്നാലും ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. എവിടെയെന്ന് പറഞ്ഞു കൊടുക്കുക വെച്ചോട്ടെ. സാൻഡ്മാൻ സിഗ്നേച്ചർ. ആ സെയിം റൂം വല്ലതാണോ നോക്കട്ടെ. അന്നത്തെ കഴിഞ്ഞ പ്രാവശ്യം ഒരു റൂം എടുത്ത് ഭയങ്കര ഒരു ചെറിയ റൂമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്, അന്നത്തെ സെയിം റൂം തന്നെയാണോ എന്ന്. ഇനി ഞാൻ നടക്കുന്ന കുറച്ച് വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നുണ്ട് നേരെ വീഡിയോ എടുക്കുന്നുണ്ടോ. ചില സമയത്തുണ്ടല്ലോ ഇങ്ങനെ വീഡിയോ എടുക്കും, പക്ഷേ എൻ്റെ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യാൻ റജുക്കൂട്ടം മറന്നു പോകും. അപ്പോൾ മിക്ക വീഡിയോയിലും ഞാൻ കാണാറില്ല. ഇപ്പം ഞാൻ ചെക്ക് ചെയ്യാൻ പോവാണ് എൻ്റെ വീഡിയോ എടുത്തോന്നറിയാൻ. ഇല്ലെങ്കിൽ വേണം എനിക്ക് 2 എണ്ണം കൊടുക്കാൻ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ 15 എന്തായാലും. നൈനുവിന് സ്വന്തം വീട് വിട്ട് ഹോട്ടലിലൊക്കെ പോയി താമസിക്കുന്നതാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം. അതാ തുള്ളിച്ചാട്ടം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. സ്നേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രസം ഉണ്ടായിരുന്നു. അങ്ങനെ റൂമിൻ്റെ ആക്സസ് കാർഡിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിൽ. Hi guys, welcome back to my channel. Look, we have a new hotel. This is Sandman Sea Nature. And I have pictures, and I have 4 table lamps. See, 1, 2, 3, 4. But Floor lamp. And this is the floor lamp, but this doesn't work. See? Doesn't work. I don't know why. So we have a chair, table, and this is mine, and this is my parents' bed, and there's the table, and this is the dustbin, and this is my bed. I need a pillow. Can I have a pillow? Yeah. And this is my pillow. I'm gonna sleep on it. It's so comfy. There's a TV, microwaver, and a fridge. And there's fridge, see? but there's nothing. Yeah, because we have to get food. But there's nothing in the fridge. And I have this
beautiful microwave. And this is my dad. Okay, you guys want to see the washroom? Come on. This is a tub, my jet spray, just in case I have to go to the bathroom. And this is the soap and wash your hands, obviously. And we have hair dryer. I told my mom that there was a hair dryer. So, and we have a closet right here. We're gonna play hide and seek later, and maybe I'll hide over here. Am I allowed? Thank you. And there's a window. And when we're looking at the window, and if we're still hot, we can put the fan over here. This is the fan. And we're in the 14th floor. And look, please do not lean on window. Yeah. Please do not lean on the window, or the window will break and will fall. Yeah. So we have a garbage. I already showed you this, right? So it's a garbage too. So that's all for today. Yeah. That's all for today. രാത്രി നമ്മൾ പുറത്തുനിന്നൊരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ് കഴിച്ചത് കേട്ടോ. പൊറോട്ടയും വറുത്തരച്ച ചിക്കൻ കറിയും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നൈനും അങ്ങനെ ടാബൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രിയായപ്പോൾ നമ്മുടെ റൂമിൽ നിന്നുള്ള ഈ വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊന്നും നമ്മൾ കുറേ നാളായി ഇങ്ങനെയൊക്കെ ഒന്ന് കളർഫുള്ളും ലൈറ്റ്സും ഒക്കെ ആയിട്ട് കണ്ടിട്ട്. UAE-ലായിരുന്നപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇവിടെ വന്ന ശേഷം ഇതൊന്നും അങ്ങനെ കാണാൻ പറ്റാറില്ലായിരുന്നു. അപ്പോൾ ഈ റൂമിൽ നിന്നുള്ള വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നൈനും അങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ നോക്കി ആസ്വദിച്ച് നിന്നു. കിടക്കുന്നതിന് മുന്നേ റജുവും നൈനും ഊനോ ഒക്കെ കളിച്ചിട്ടാണ് കിടന്നത്. നൈനു, ഇന്നലെ നീ അവിടെ കിടക്കണമെന്നല്ലേ പറഞ്ഞേ? രാത്രിയായപ്പോ This is my own house. You guys can leave. കുട്ടാ രാത്രിയായപ്പോ Mommy. Huggy, Mama. നമ്മളപ്പം ഹോട്ടലിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടല്ലേ കുട്ടാ, അങ്ങോട്ടാണോ പോകാനുള്ളത്? നമ്മളപ്പം ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. ഇപ്പം നമ്മൾ പോവാണ്. ഓക്കെ, എവിടെ? തിരിച്ച് പോവല്ല, നമ്മൾ ഫുഡ് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് പർച്ചേസിങ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഫോർട്ട് മെക്മറിലേക്ക് പോവും. രജുക്കുട്ടാ, how was the stage, രജുക്കുട്ടാ? How was the stay, Nino? ഇവിടുത്തെ വിൻഡോയുടെ ഗ്ലാസ് കുറച്ച് വൃത്തിയായതുകൊണ്ട് ബിൽഡിങ്സ് ഒക്കെ കുറച്ച് ഭംഗിയായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറി അങ്ങോട്ട് ഇരുന്നതേ ഉള്ളൂ. എനിക്ക് അപ്പോഴത്തേക്കും അങ്ങോട്ട് വിശക്കാൻ തുടങ്ങി. Where are we going? വീട്ടില അല്ല പോണത്. Tim Hortons? ദോശ ടിം ഹോട്ടൻസിലാണോ? No, I thought we were going to Tim Hortons. So we're going to go to Tim Hortons first. We're going to Tim Hortons? I don't know what Papa has decided. Papa, where are we going? Somewhere. We'll tell you a surprise. Yo, there's no surprise. I was just kidding, okay? I have a surprise. എന്താണ് നൈനുവിന്റെ സർപ്രൈസ് പറയും? Flowers. Flowers? I mean, it's real. I made something actually. And I will show you in home. Because it's in the house. Okay. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. സാവോയ്സ്
അവിടെയാണ് നമ്മൾ സ്ഥിരം ഇങ്ങനെ എഡ്മന്റണിൽ വരുമ്പോൾ നമ്മൾ കഴിക്കുന്നത് അല്ലേ വെച്ചുകൂട്ടാ. ചട്ടിച്ചോറാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. മൈ ഫേവറേറ്റ്. ചിക്കന്റെ ഫേവറേറ്റ് ഏതാ? Mama, can I get water from there? എന്താ വിക്ക് പറയണത്? ഫേവറേറ്റ് ഒന്ന് കപ്പയും മീൻകറി കാണുമായിരിക്കും. എന്തായാലും ഞാൻ ചട്ടിച്ചോറ് Mama, കഴിക്കും. I still thanda. ഇവള് ഫുള്ള് തിന്നൂല. ഓ കൊതിയാണ് കൊതി. അതല്ല അതെന്താന്ന് വെച്ചാല് ഈ നൈന് ചിലപ്പോ ദോശ കഴിക്കുമ്പോ നൈന് ദോശ കഴിച്ചിട്ട് ബാക്കി വെക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും എന്റെ ഫുഡ് വരുമ്പോ പിന്നെ എനിക്ക് ബാക്കി കഴിക്കാൻ തോന്നൂല. എന്നിട്ട് അങ്ങനെയാണ് സംഭവം. അല്ലാതെ കഴിക്കാത്ത അല്ലാതെ ഞാൻ ഫുള്ള് കഴിക്കാത്തൊന്നുമല്ല. അങ്ങനെ നമ്മുടെ സ്ഥിരം സാവോയ്സ് റെസ്റ്റോറൻറ്റ് എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഓ എനിക്കങ്ങ് കൊതിയായിട്ട് പോയ. എടുക്കുന്ന സമയത്ത് ഗട്ടർ ഇടുന്നത് അല്ലേ നൈനു? എപ്പോഴും പപ്പ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോ ഗട്ടറിൽ ഞാൻ ഉണ്ടാക്കിയ കുഴിയൊന്നും അല്ല പതുക്കെ ഇങ്ങനെ ഓടിക്കണം. എങ്ങനെ തിന്നാൻ പറ്റുന്നില്ല. എന്റെ ഫുഡ് വന്നിട്ട് വീഡിയോ എടുത്തിട്ട് ഫുഡ് കഴിക്കാം. പറ വെച്ചുകൂട്ടാ, എന്താണ് വെച്ചുകൂട്ട ഓർഡർ ചെയ്തത്? കപ്പ മീൻകറി. യാ, എന്റെ ചട്ടിച്ചോറ് വന്നില്ല. എനിക്ക് വിശന്നിട്ട് വയ്യ. അവർ പറഞ്ഞല്ലേ 20 മിനിറ്റ് എടുക്കുന്നു. എല്ലാം കൂടെയാണ് 20 മിനിറ്റ്. എന്റെ ചട്ടിച്ചോറിനെ അവർ കേട്ടില്ല. എനിക്ക് വിശക്കുന്നു. അവര് ഈ കപ്പ മീൻ മാത്രമേ കേട്ടോളൂ. ഞാൻ പറഞ്ഞു അവർ പറഞ്ഞു തരുന്നത് അത് 20 മിനിറ്റ് എടുക്കും. 20 വിശക്കണേ വെയിറ്റ് ചെയ്യണം. ചട്ടിച്ചോറ് വെയിറ്റ് ചെയ്യും. ഇതിൽ ഞാൻ എന്റെ ഫുഡ് ഒരാൾ തിന്നല്ലേ പ്ലീസ്. ഫുഡ് വന്ന വീഡിയോ എടുത്തല്ലാതെ ഫുഡ് തിന്നാൻ പറ്റൂല. എന്തൊരവസ്ഥ അല്ലേ? റൈറ്റ്. എൻ്റെ ചട്ടിച്ചോറ് എന്നിട്ടും വന്നില്ല. അങ്ങനെ കൊതി സഹിക്കാൻ വയ്യാതെ രജുക്കുട്ടൻ സ്റ്റാർട്ട് ചെയ്തു. കൂട്ടത്തെ എനിക്കും കൂടെ തരാൻ പറഞ്ഞു. വിശന്നിട്ട് വയ്യായിരുന്നു. അങ്ങനെ ഞാനും കഴിച്ചു നോക്കി. എന്തൊരു ടേസ്റ്റ് ആയിരുന്നെന്നറിയോ? ആ മീൻകറിയൊക്കെ എന്തൊരു ടേസ്റ്റ്. ഓ, ഇതുപോലൊരു സൂപ്പർ മീൻകറി ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഇനിയും എനിക്ക് വാരി തരണമെന്നുണ്ടായിരുന്നു, പക്ഷേ തിന്നില്ല. കാരണം ചട്ടിച്ചോറങ്ങാനും ബാക്കി വെച്ചാൽ ഇനി അതിന് കിട്ടും എനിക്ക്. അങ്ങനെ വെള്ളം കുടിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് അതാണ്ട് വരുന്നത് എൻ്റെ ചട്ടിച്ചോറ് വരുന്നേ. അയ്യോ, ഉള്ളിൽ നല്ല ആക്രാന്തം ഉണ്ടായിരുന്നെങ്കിലും മുഖത്ത് ഞാനത് പ്രകടമാക്കാതെ ഞാൻ കഷ്ടപ്പെട്ടു. എനിക്ക് പണ്ടേ നാടൻ വിഭവങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. ചോറെന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതിയാണ് എനിക്ക്. ആ പപ്പടം മാറ്റിയപ്പോൾ കണ്ടോ എന്തൊക്കെയുണ്ടെന്ന്. നെത്തോലി പൊരിച്ചത്, ചിക്കൻ ഫ്രൈ, പിന്നെ ബീഫ് ഫ്രൈ, എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുട്ട എല്ലാം കൂടെ നല്ല ടേസ്റ്റായിരുന്നു. ഇതിൽ സത്യം പറഞ്ഞാൽ നോൺ വെജ് മുഴുവൻ ഞാൻ റെജുവിന് കൊടുത്തിട്ട് ബാക്കിയെല്ലാം ഞാൻ കഴിച്ചു കേട്ടോ. അങ്ങനെ തൃപ്തിയായി തിരിച്ച് യാത്രയും തുടർന്നു. വയറ് വീർത്തത് കാരണം കുറേ നേരം അധികം ഒന്നും ഞാൻ മിണ്ടിയില്ല. അങ്ങനെ നല്ല മലയാളം പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിച്ചായിരുന്നു തിരിച്ചുള്ള യാത്ര. തിരിച്ചുള്ള യാത്രയിലും ഞാൻ കുറേ നേരം മാക്സിമം ഉറങ്ങാതെ പിടിച്ചു നിന്നു കേട്ടോ. വഴിയിൽ കടകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു ഉത്സാഹം ഉണ്ടായിരുന്നേന്. പക്ഷെ ഒന്നുമില്ലായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചൊന്നും ഉറങ്ങി. അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഉറങ്ങിയില്ല. തിരിച്ച് വന്നപ്പോൾ മാത്രം ഒരു ഇച്ചിരി ഇല്ല അത്ര നടത്തില്ല. ഒരു 2 മണിക്കൂറും ഇല്ല, 1 മണിക്കൂർ സംതിങ് അതൊക്കെ വഹിച്ചു. വീടെത്തി. എന്നിട്ടും ഞാൻ വീണ്ടും വാൾമാർട്ടിൽ പോകണം. അതിന് വേണ്ടി ഞാൻ വീണ്ടും വണ്ടി കയറാൻ പോവാണ്. മജുക്കുട്ടൻ്റെ വായിരിക്കുന്ന എല്ലാം കേട്ടു. അപ്പോൾ നമ്മൾ എഡ്മണ്ടൺ ട്രിപ്പൊക്കെ കഴിച്ച് ഫൈനലി വീട്ടിൽ കയറാൻ പോകണം അല്ലേ മജുക്കുട്ട? അയ്യ, അങ്ങനെ ഇന്നാണ് നമ്മുടെ വണ്ടി കിട്ടാൻ പോകുന്ന ദിവസം. അപ്പം നമ്മൾ വീണ്ടും എഡ്മണ്ടണിലേക്ക് ഒരു യാത്ര തിരിച്ചു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞൊന്നും ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ആ സെയിം റൂട്ട് തന്നെയാണ് നമ്മൾ പോയത്. ഇതൊക്കെ എടുത്താണ് ഇവിടെ പോണത്. എന്നാൽ പിന്നെ ഒരു മത്തങ്ങോട്ട് കാരണത്തില് ഇന്നലെ ഒരു മാഷ്ഡ് പൊട്ടാറ്റോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തത്.
അങ്ങനെ ഈ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ട്രിപ്പ് ടു എഡ്മണ്ടൺ അഗെയിൻ കുറച്ചും കൂടെ ത്രില്ലിംഗ് ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ കാറിലാണ് വരുന്നത്. ഈ പോകുന്ന വഴിയിലൊക്കെ ഞാനും റെജും കൂടെ കുറേ നമ്മൾ ഈ കാനഡയിൽ വന്നിട്ടുള്ള സ്ട്രഗിൾസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു കേട്ടോ. പറഞ്ഞൊന്ന് വീണ്ടും നമ്മൾ ടിം ഹോർട്ടൻസിൽ ഡബിളൊക്കെ കുടിക്കുള്ളൂ. പണ്ട് ചായയും കാപ്പിയും ഒക്കെ കുടിച്ച് നടന്ന പയ്യനാണ്. വെള്ളമല്ലേ കുടിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ ചായ കുടിക്കാനായിട്ട് ഞാൻ ഒരു ചായ കട തുടങ്ങണം. ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത് ചായ നല്ല ലാഭമുള്ള പരിപാടിയാണ്. അല്ല സമോസ, ബജ്ജി, മുളക് ബജ്ജി ഇതൊക്കെ ആരുണ്ടാക്കും? പിങ്കു ഞാൻ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കില്ല. ഷെഫ് അയ്യ, ഇവിടെ വീട്ടിലെ ജോലി ചെയ്യാണ്ട് കുക്ക് ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് അല്ല ഞാൻ കുക്ക് ചെയ്യും, നല്ലോണം കുക്ക് ചെയ്യും. അതിനും ഉറങ്ങുന്നു. എൻ്റർപ്രൈസിൽ നിന്ന് റെൻ്റ് കാറിനാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അത് അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് നേരെ നമ്മൾ ഗോ ഓട്ടോയിൽ പോയി. എന്നാണ് നമ്മുടെ വണ്ടി എടുക്കുന്നത്. എടുത്തപ്പോൾ തന്നെ ഭയങ്കര ഐശ്വര്യം. നല്ല മഴയായിരുന്നു കേട്ടോ. നല്ലോണം പോസ് ചെയ്യാനായിട്ട് നിന്നപ്പോഴത്തേക്കും നൈനുനാണെങ്കിൽ അത് നേരെ അങ്ങോട്ട് എടുക്കാൻ സമ്മതിച്ചില്ല, മഴയായിരുന്നു. സോ ഫൈനലി വി ഡിഡ് ഇറ്റ്. ഫൈനലി ആഫ്റ്റർ സോ മച്ച് ഓഫ് സ്ട്രഗിൾ. അങ്ങനെ നമ്മൾ സ്വന്തം കാറിൽ തിരിച്ച് യാത്ര തുടരുകയാണ് ഗൈസ്. ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വരെ എത്താൻ. ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഒന്ന് സ്ട്രഗിൾ ചെയ്തു. നമ്മളൊരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലോട്ട് പോകുമ്പോഴേ അതൊരു പറിച്ചു നടൽ തന്നെയല്ലേ. ദാറ്റ് ടു സ്റ്റാർട്ട് എവറിത്തിങ് ഫ്രം ദ സ്ക്രാച്ച്. ലോട്ട്സ് ഓഫ് സ്ട്രഗിൾസ്. ഫൈനലി വി ഡിഡ് ഇറ്റ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. ഫോർഡ് എസ്കേപ്പ് ആണേ. നമുക്ക് ഈ കളറൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ.